അടുത്തതായി പഠിക്കാനുള്ളത് ഹരിതഗൃഹത്തിൽ വിജയകരമായി കൃഷി ചെയ്യുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഗ്രീൻ ഹൗസ് സ്ട്രക്ചർ, അഥവാ ഹരിതഗൃഹത്തിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷനിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമതായി വരുന്നത് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. നമുക്കറിയാം ഹരിതഗൃഹങ്ങളിൽ നമ്മൾ ജലസേചന മാർഗം തുള്ളി ജലസേചനമാണ് ചെയ്യുന്നത്. അതേപോലെ ആ തുള്ളി ജലസേചനത്തിൽ കൂടി തന്നെയാണ് വളങ്ങൾ ചെടികൾക്ക് ലഭ്യമാക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. മൂന്നാമതായി വരുന്നത് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫോഗേഴ്സ് ഓർ മിസ്റ്റേഴ്സ്. ഫോഗേഴ്സ് വളരെ ചെറിയ തുള്ളികളായിട്ട് ചെടികളിൽ വെള്ളം തളിച്ച് ആ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി തന്നെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഫോഗേഴ്സ് അഥവാ മിസ്റ്റേഴ്സ്. അതിൻ്റെ കെയറും മെയിൻ്റനൻസ് രീതികളുമാണ് പഠിക്കാനുള്ളത്. നാലാമതായി വരുന്നത് സാനിറ്റേഷൻ പ്രാക്ടീസസ് ഇൻ ഗ്രീൻ ഹൗസ്. ഗ്രീൻ ഹൗസിനുള്ളിൽ വൃത്തിയായിട്ട് കീടങ്ങളും രോഗങ്ങളും വരാതിരിക്കാനും മറ്റുമായി വൃത്തിയായിട്ടുള്ള അന്തരീക്ഷം എങ്ങനെ നിലനിർത്താം. അങ്ങനെ ഈ 4 കാര്യങ്ങളിലും നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ ഹരിതഗൃഹത്തിലെ കൃഷി വിജയകരമാക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തേത് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഗ്രീൻ ഹൗസ്, അടുത്തത് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, മൂന്നാമത് വരുന്നത് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫോഗേഴ്സ് ഓർ മിസ്റ്റേഴ്സ്, ലാസ്റ്റ് സാനിറ്റേഷൻ പ്രാക്ടീസസ് ഇൻ greenhouse. First factor is care and maintenance of greenhouse structures. We have to select good quality cladding material and has to supply essential factors for optimum plant growth such as light, moisture, carbon dioxide and heat in required amounts for each crop. Then how to supply nutrients without deficiencies and excesses. Then has to taken care about the toxic gases that can be generated in the greenhouse, and also about the attack of pests and diseases. അടുത്തതായി പഠിക്കാനുള്ളത് ഹരിതഗൃഹത്തിൽ വിജയകരമായി കൃഷി ചെയ്യുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഗ്രീൻ ഹൗസ് സ്ട്രക്ചർ, അഥവാ ഹരിതഗൃഹത്തിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷനിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമതായി വരുന്നത് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. നമുക്കറിയാം ഹരിതഗൃഹങ്ങളിൽ നമ്മൾ ജലസേചന മാർഗം തുള്ളി ജലസേചനമാണ് ചെയ്യുന്നത്. അതേപോലെ ആ തുള്ളി ജലസേചനത്തിൽ കൂടി തന്നെയാണ് വളങ്ങൾ ചെടികൾക്ക് ലഭ്യമാക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. മൂന്നാമതായി വരുന്നത് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫോഗേഴ്സ് ഓർ മിസ്റ്റേഴ്സ്. ഫോഗേഴ്സ് വളരെ ചെറിയ തുള്ളികളായിട്ട് ചെടികളിൽ വെള്ളം തളിച്ച് ആ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി തന്നെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഫോഗേഴ്സ് അഥവാ മിസ്റ്റേഴ്സ്. അതിൻ്റെ കെയറും മെയിൻ്റനൻസ് രീതികളുമാണ് പഠിക്കാനുള്ളത്. നാലാമതായി വരുന്നത് സാനിറ്റേഷൻ പ്രാക്ടീസസ് ഇൻ ഗ്രീൻ ഹൗസ്. ഗ്രീൻ ഹൗസിനുള്ളിൽ വൃത്തിയായിട്ട് കീടങ്ങളും രോഗങ്ങളും വരാതിരിക്കാനും മറ്റുമായി വൃത്തിയായിട്ടുള്ള അന്തരീക്ഷം എങ്ങനെ നിലനിർത്താം. അങ്ങനെ ഈ 4 കാര്യങ്ങളിലും നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ ഹരിതഗൃഹത്തിലെ കൃഷി വിജയകരമാക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തേത് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഗ്രീൻ ഹൗസ്, അടുത്തത് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, മൂന്നാമത് വരുന്നത് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫോഗേഴ്സ് ഓർ മിസ്റ്റേഴ്സ്, ലാസ്റ്റ് സാനിറ്റേഷൻ പ്രാക്ടീസസ് ഇൻ ഗ്രീൻ ഹൗസ്. നമ്മൾ പഠിച്ചിരുന്നു ഹരിതഗൃഹത്തിൽ കൃഷി സക്സസ് ആക്കാൻ വേണ്ടി അതിൻ്റെ കൺസ്ട്രക്ഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മിതിയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഗ്രീൻ ഹൗസിൽ എന്തൊക്കെ വരുന്നു എന്ന് നോക്കാം. ഒന്നാമതായി വരുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രീൻ ഹൗസ്, രണ്ടാമത് നല്ല ക്വാളിറ്റിയുള്ള ക്ലാഡിംഗ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുക, അതിനുശേഷം അതെങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് വരുന്നു. മൂന്നാമതായി
അതിനുള്ളിൽ അന്തരീക്ഷം, ഗ്രീൻ ഹൗസ് അന്തരീക്ഷം എങ്ങനെ ചെടികൾക്ക് അനുയോജ്യമായ രീതിയിൽ നിലനിർത്തണം. നാലാമത്, ചെടികൾക്ക് വളങ്ങളിൽ കൂടെയാണ് പോഷണങ്ങൾ നൽകുന്നത് നമുക്കറിയാം. അത് കൂടിപ്പോകാതെ നോക്കണം. അതേപോലെ തന്നെ അത് കുറഞ്ഞ അളവിൽ ആയി പോവുകയും ചെയ്യരുത്. അതുപോലെ ഇതിനുള്ളിൽ വിഷവാതകങ്ങൾ, ചെടികൾക്ക് ഹാർംഫുൾ ആയിട്ടുള്ള വിഷവാതകങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വിഷവാതകങ്ങൾ ഉണ്ടായാൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കാം, അല്ലെങ്കിൽ വിഷവാതകങ്ങൾ ഉണ്ടായാൽ അതെങ്ങനെ തിരിച്ചറിയാം. അതേപോലെ ഹരിതഗൃഹത്തിനുള്ളിൽ കീടങ്ങളെയും രോഗങ്ങളെയും എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നിയന്ത്രിക്കാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഗ്രീൻ ഹൗസിന്റെ കെയർ ആൻഡ് മെയിൻ്റനൻസ് ആവുകയുള്ളൂ. എന്നാൽ മാത്രം വിജയകരമായി കൃഷി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തായി വരുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രീൻ ഹൗസ്. ഗ്രീൻ ഹൗസ് എങ്ങനെ നിർമ്മിക്കണം, അല്ലെങ്കിൽ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡബിൾ എൻട്രി ഗേറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ്. ഒറ്റ വാതിലല്ല ഗ്രീൻ ഹൗസിനുള്ളിലേക്ക് കയറാനുള്ളത്, ഇരട്ട വാതിൽ എന്ന് വെച്ചാൽ ഒരു വാതിൽ തന്നെ രണ്ട് വാതിൽ എന്നല്ല അർത്ഥം. പകരം ഒരു വാതിൽ കൂടെ കടന്ന് ചെറിയൊരു സ്പേസ്, അതിനുശേഷം ഒരു വാതിൽ കൂടെ ഉണ്ടാവും. അതിന് ശേഷം മാത്രമേ നമുക്ക് വിളകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് രോഗങ്ങളും കീടങ്ങളും വരുന്നതിനെ തടയാൻ സാധിക്കും. അടുത്തായി പറയുന്നത് സ്റ്റീൽ ആൻഡ് വുഡൻ പൈപ്പ് ഷുഡ് ബി ഓഫ് സഫിഷ്യന്റ് മെഷർമെന്റ് ആൻഡ് ആർ പെയിന്റഡ് എവരി ഇയർ ടു അവോയ്ഡ് കൊറോഷൻ ആൻഡ് ഡാമേജ് ബൈ ദ ഇൻസെക്ട്സ്. അതിന്റെ നിർമ്മാണത്തിൽ നമ്മൾ സ്റ്റീൽ പൈപ്പുകൾ ഉപയോഗിക്കും, തടി കൊണ്ടുള്ള പൈപ്പുകൾ ഉപയോഗിക്കും. അപ്പോൾ അതിനെ കാലാകാലങ്ങളായി മെയിൻ്റനൻസ് നടത്തി ഉപയോഗിക്കണം. എല്ലാ വർഷവും പെയിന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തുരുമ്പ് പിടിക്കാതിരിക്കുകയും ചിതല് മുതലായവ വരാതിരിക്കുകയും ചെയ്യും. മൂന്നാമതായി പറയുന്നത് അവോയ്ഡ് ഫ്ലാപ്സ് ആൻഡ് ഫോൾഡിങ്സ് ഇൻ ദ സൈഡ് വോൾ, കർട്ടൻ ആൻഡ് ഏപ്രൺ. ഗ്രീൻ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് വോൾ ഉണ്ടാവും, ക്ലാഡിംഗ് മെറ്റീരിയൽ നമ്മൾ വലിച്ചു കെട്ടുകയായിരിക്കും. അതേപോലെ കർട്ടൻ ഉണ്ട്, ഏപ്രൺസ് ഉണ്ട്. ഇതെല്ലാം വലിച്ച് കെട്ടി വേണം ബലപ്പെടുത്തുന്നത്. അങ്ങനെ ബലപ്പെടുത്തുമ്പോൾ ഇതിനുള്ളിൽ ചുളിവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ചുളിവുകൾ വന്നാൽ അവിടെ പൊടികൾ അടിയും. അതേപോലെ തന്നെ ചെറിയ സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ ചെറിയ പ്രാണികൾ വന്ന് കൂടുകൂട്ടുകയും ചെയ്യും. ഇതെല്ലാം ഗ്രീൻ ഹൗസിന് അകത്തുള്ള വിളകളെ അഫക്റ്റ് ചെയ്യും. അപ്പം അത് വരാതെ വേണം സൈഡ് കർട്ടൻ, ക്ലാഡിംഗ് മെറ്റീരിയൽ, ഏപ്രൺ മുതലായവ ഫിക്സ് ചെയ്യേണ്ടത്. നാലാമതായി പറയുന്നത് പ്ലാസ്റ്റിക് മൾച്ചിങ് ക്യാൻ റിഡ്യൂസ് വീഡ് ഗ്രോത്ത് ആൻഡ് ഈസ് ടു ബി റീപ്ലേസ്ഡ് ഇഫ് ടോൺ. ഗ്രീൻ ഹൗസിനുള്ളിൽ നമ്മൾ പ്ലാസ്റ്റിക് മൾച്ച് ഉപയോഗിക്കാറുണ്ട്. നിർബന്ധമില്ല, പക്ഷേ ഭൂരിഭാഗം ഗ്രീൻ ഹൗസിനുള്ളിലും പ്ലാസ്റ്റിക് മൾച്ച് നിലത്ത് വിരിക്കാറുണ്ട്. അങ്ങനെ വിരിക്കുന്നത് കൊണ്ട് കളകളെ കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല, അതിന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് കീറൽ ഉള്ളതായി കണ്ടാൽ അത് അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യാനും ശ്രമിക്കണം. അഞ്ചാമതായി പറയുന്നത് പ്രോപ്പർ വെന്റിലേഷൻ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റി ഷുഡ് ബി പ്രൊവൈഡഡ്. ഇതിനുള്ളിലെ വായു സഞ്ചാരം നിലനിർത്താൻ വേണ്ടി അതിൻ്റെ അകത്ത് വെന്റിലേഷൻ ശരിയായ വിധത്തിലാണ് എന്നുള്ളത് ഉറപ്പിക്കണം. അതേപോലെ തന്നെ വെള്ളം വാർന്നു പോകുവാൻ സൗകര്യം ഉള്ളതും ആയിരിക്കണം. ഇത് രണ്ടും പ്രത്യേകമായി ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന്. ഡബിൾ എൻട്രി ഗേറ്റ് ഉണ്ടാവണം. അതേപോലെ സ്റ്റീൽ കൊണ്ടുള്ള പൈപ്പുകൾ, തടി കൊണ്ടുള്ള ഭാഗങ്ങൾ, ഇവയെല്ലാം എല്ലാ വർഷവും പെയിന്റ് ചെയ്ത് നിലനിർത്താൻ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തുരുമ്പ് വരാതിരിക്കുകയും ചിതലിനെ തടയുവാനും പറ്റും. അതേപോലെ അതിൻ്റെ സൈഡ് വോള്, കർട്ടൻ, ഏപ്രൺ മുതലായവ ഫിക്സ് ചെയ്യുമ്പോൾ ചുളിവുകൾ ഉണ്ടാവാതെ വലിച്ച് ബലപ്പെടുത്തണം. നാലാമതായി പറയുന്നത് പ്ലാസ്റ്റിക് മൾച്ചിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കളകളുടെ നാശം നമുക്ക് ഒരു പരിധി വരെ തടയാം. അതേപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് മൾച്ച് കീറി പോയിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അതിന് ഒരു രക്ഷ കൊടുത്തിരിക്കണം. അഞ്ചാമതായി പറയുന്നത് പ്രോപ്പർ വെന്റിലേഷൻ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റി ഷുഡ് ബി പ്രൊവൈഡഡ്. വായു സഞ്ചാരം
ശരിയായ വിധത്തിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ വെള്ളം വാർന്നു പോകാൻ, കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. വെള്ളം വാർന്നു പോകാൻ ഉള്ള സൗകര്യം ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തായി വരുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രീൻ ഹൗസ്. ഗ്രീൻ ഹൗസ് എങ്ങനെ നിർമ്മിക്കണം അല്ലെങ്കിൽ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡബിൾ എൻട്രി ഗേറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ്. ഒറ്റ വാതിലല്ല ഗ്രീൻ ഹൗസിനുള്ളിലേക്ക് കയറാനുള്ളത്, ഇരട്ട വാതിൽ എന്ന് വെച്ചാൽ ഒരു വാതിൽ തന്നെ രണ്ട് വാതിൽ എന്നല്ല അർത്ഥം. പകരം ഒരു വാതിൽ കൂടെ കടന്ന് ചെറിയൊരു സ്പേസ്, അതിനുശേഷം ഒരു വാതിൽ കൂടെ ഉണ്ടാവും. അതിന് ശേഷം മാത്രമേ നമുക്ക് വിളകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് രോഗങ്ങളും കീടങ്ങളും വരുന്നതിനെ തടയാൻ സാധിക്കും. അടുത്തായി പറയുന്നത് സ്റ്റീൽ ആൻഡ് വുഡൻ പൈപ്പ് ഷുഡ് ബി ഓഫ് സഫീഷ്യന്റ് മെഷർമെന്റ് ആൻഡ് ആർ പെയിന്റഡ് എവരി ഇയർ ടു അവോയ്ഡ് കൊറോഷൻ ആൻഡ് ഡാമേജ് ബൈ ദ ഇൻസെക്ട്സ്. അതിന്റെ നിർമ്മാണത്തിൽ നമ്മൾ സ്റ്റീൽ പൈപ്പുകൾ ഉപയോഗിക്കും, തടി കൊണ്ടുള്ള പൈപ്പുകൾ ഉപയോഗിക്കും. അപ്പോൾ അതിനെ കാലാകാലങ്ങളായി മെയിൻ്റനൻസ് നടത്തി ഉപയോഗിക്കണം. എല്ലാ വർഷവും പെയിന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തുരുമ്പ് പിടിക്കാതിരിക്കുകയും ചിതൽ മുതലായവ വരാതിരിക്കുകയും ചെയ്യും. മൂന്നാമതായി പറയുന്നത് അവോയ്ഡ് ഫ്ലാപ്സ് ആൻഡ് ഫോൾഡിങ്സ് ഇൻ ദ സൈഡ് വോൾ, കർട്ടൻ ആൻഡ് ഏപ്രൺ. ഗ്രീൻ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് വോൾ ഉണ്ടാവും, ക്ലാഡിംഗ് മെറ്റീരിയൽ നമ്മൾ വലിച്ചു കെട്ടുകയായിരിക്കും. അതേപോലെ കർട്ടൻ ഉണ്ട്, ഏപ്രൺസ് ഉണ്ട്. ഇതെല്ലാം വലിച്ച് കെട്ടി വേണം ബലപ്പെടുത്തുന്നത്. അങ്ങനെ ബലപ്പെടുത്തുമ്പോൾ ഇതിനുള്ളിൽ ചുളിവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ചുളിവുകൾ വന്നാൽ അവിടെ പൊടികൾ അടിയും. അതേപോലെ തന്നെ ചെറിയ സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ ചെറിയ പ്രാണികൾ വന്ന് കൂടുകൂട്ടുകയും ചെയ്യും. ഇതെല്ലാം ഗ്രീൻ ഹൗസിന് അകത്തുള്ള വിളകളെ അഫക്റ്റ് ചെയ്യും. അപ്പം അത് വരാതെ വേണം സൈഡ് കർട്ടൻ, ക്ലാഡിംഗ് മെറ്റീരിയൽ, ഏപ്രൺ മുതലായവ ഫിക്സ് ചെയ്യേണ്ടത്. നാലാമതായി പറയുന്നത് പ്ലാസ്റ്റിക് മൾച്ചിങ് ക്യാൻ റിഡ്യൂസ് വീഡ് ഗ്രോത്ത് ആൻഡ് ഈസ് ടു ബി റീപ്ലേസ്ഡ് ഈച്ച് ടോൺ. ഗ്രീൻ ഹൗസിനുള്ളിൽ നമ്മൾ പ്ലാസ്റ്റിക് മൾച്ച് ഉപയോഗിക്കാറുണ്ട്. നിർബന്ധമില്ല, പക്ഷേ ഭൂരിഭാഗം ഗ്രീൻ ഹൗസിനുള്ളിലും പ്ലാസ്റ്റിക് മൾച്ച് നിലത്ത് വിരിക്കാറുണ്ട്. അങ്ങനെ വിരിക്കുന്നത് കൊണ്ട് കളകളെ കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല, അതിന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് കീറൽ ഉള്ളതായി കണ്ടാൽ അത് അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യാനും ശ്രമിക്കണം. അഞ്ചാമതായി പറയുന്നത് പ്രോപ്പർ വെന്റിലേഷൻ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റി ഷുഡ് ബി പ്രൊവൈഡഡ്. ഇതിനുള്ളിലെ വായു സഞ്ചാരം നിലനിർത്താൻ വേണ്ടി അതിൻ്റെ അകത്ത് വെന്റിലേഷൻ ശരിയായ വിധത്തിലാണ് എന്നുള്ളത് ഉറപ്പിക്കണം. അതേപോലെ തന്നെ വെള്ളം വാർന്നു പോകുവാൻ സൗകര്യം ഉള്ളതും ആയിരിക്കണം. ഇത് രണ്ടും പ്രത്യേകമായി ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന്. ഡബിൾ എൻട്രി ഗേറ്റ് ഉണ്ടാവണം. അതേപോലെ സ്റ്റീൽ കൊണ്ടുള്ള പൈപ്പുകൾ, തടി കൊണ്ടുള്ള ഭാഗങ്ങൾ, ഇവയെല്ലാം എല്ലാ വർഷവും പെയിന്റ് ചെയ്ത് നിലനിർത്താൻ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തുരുമ്പ് വരാതിരിക്കുകയും ചിതലിനെ തടയുവാനും പറ്റും. അതേപോലെ അതിൻ്റെ സൈഡ് വോള്, കർട്ടൻ, ഏപ്രൺ മുതലായവ ഫിക്സ് ചെയ്യുമ്പോൾ ചുളിവുകൾ ഉണ്ടാവാതെ വലിച്ച് ബലപ്പെടുത്തണം. നാലാമതായി പറയുന്നത് പ്ലാസ്റ്റിക് മൾച്ചിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കളകളുടെ നാശം നമുക്ക് ഒരു പരിധിവരെ തടയാം. അതേപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് മൾച്ച് കീറി പോയിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അതിന് ഒരു രക്ഷ കൊടുത്തിരിക്കണം. അഞ്ചാമതായി പറയുന്നത് പ്രോപ്പർ വെന്റിലേഷൻ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റി ഷുഡ് ബി പ്രൊവൈഡഡ്. വായു സഞ്ചാരം ശരിയായ വിധത്തിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ വെള്ളം വാർന്നു പോകാൻ, കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. വെള്ളം വാർന്നു പോകാൻ ഉള്ള സൗകര്യം ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തായി നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ്റനൻസ് ഓഫ് ക്ലാഡിംഗ് മെറ്റീരിയലാണ്. ക്ലാഡിംഗ് മെറ്റീരിയൽ എങ്ങനെ നല്ലത് സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം അതെങ്ങനെ പരിപാലിക്കണം അല്ലെങ്കിൽ അതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, കേട് വരാതെ. അതേപോലെ വിജയകരമായ കൃഷിക്ക് വേണ്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പഠിക്കുന്നത്. ഒന്നാമതായി പറയുന്നത് റിമൂവൽ ഓഫ് ഡസ്റ്റ് ആൻഡ് ആൽഗെ ദാറ്റ് അക്യുമുലേറ്റ് ഓൺ ദ സർഫസ്. നമുക്കറിയാം ഈ ക്ലാഡിംഗ് മെറ്റീരിയലിന് മുകളിൽ ധാരാളം
പൊടി അടിഞ്ഞുകൂടും. അതേപോലെ തന്നെ മഴയൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഈർപ്പമുള്ള സ്ഥലങ്ങളാണെങ്കിൽ പായലുകൾ, പച്ച കളറിലെ പായലുകൾ കാണപ്പെടാറുണ്ട്. അതിനെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ മാറ്റണം. ഇല്ലെങ്കിൽ സൂര്യപ്രകാശം ചെടികൾക്ക് ആവശ്യമായ തോതിൽ എത്തില്ല. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. പീരിയോഡിക് റൂഫ് ക്ലീനിങ് ഈസ് നെസസറി. ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ചെയ്യണം. അതേപോലെ അപ്ലൈ സോപ്പ് വാട്ടർ ആൻഡ് റബ് ബൈ സോഫ്റ്റ് ക്ലോത്ത് ഓർ എ ബ്രഷ് റാപ്ഡ് വിത്ത് സോഫ്റ്റ് ക്ലോത്ത്. വീര്യം കുറഞ്ഞ സോപ്പാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വീര്യം കുറഞ്ഞ സോപ്പ് ലൈനയിൽ മുക്കി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി അഥവാ ബ്രഷിൽ തുണി ചുറ്റിയത് ആണ് ഉപയോഗിക്കാറുള്ളത്. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, do not apply lime or chalk to clean the surface. These chemicals reduce the life of the material used. ക്ലാഡിംഗ് മെറ്റീരിയലിന്റെ മുകൾ ഭാഗം ക്ലീൻ ചെയ്യുവാൻ വേണ്ടി കെമിക്കൽസ് കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നത് വീര്യം കുറഞ്ഞ സോപ്പാണ്. ആ സോപ്പ് ഉപയോഗിച്ച് മൃദുവായ തുണി അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് മൃദുവായി തന്നെ അത് ക്ലീൻ ചെയ്യുവാൻ ശ്രദ്ധിക്കണം. അടുത്തത്, ആന്റി ഡസ്റ്റ് ഫിലിം ഓൺ ദ അപ്പർ സൈഡ് എൻഹാൻസ് ദ സെൽഫ് ക്ലീനിങ് എബിലിറ്റി. ക്ലാഡിംഗ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ ആന്റി ഡസ്റ്റ് ഫിലിം കോട്ടിംഗ് ഉള്ളത് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം സവിശേഷത ഉള്ളതായിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല പരിധി വരെ അതിന് മുകളിൽ പൊടി അടിയുന്നതിനെ തടയാൻ പറ്റും. അതേപോലെ അടുത്തത്, ഇഫ് ദർ ഇസ് എനി ടിയർ ഓർ ക്രാക്ക് ഇൻ ദ മെറ്റീരിയൽ ഇറ്റ് ഈസ് ടു ബി റിപ്പയർഡ് ആസ് സൂൺ ആസ് പോസിബിൾ. ഈ ക്ലാഡിംഗ് മെറ്റീരിയൽ ചുളിവുകളൊന്നുമില്ലാതെ നമ്മൾ വലിച്ചു വെച്ചാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ കീറലുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കീറലുകളൊന്നും വരാത്ത തരത്തിലുള്ളതാവണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പോലും ചിലപ്പോൾ ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വേഗം തന്നെ റിപ്പയർ ചെയ്യണം. ഇല്ലെങ്കിൽ ആ കീറലുകൾ വേഗം വലുതാവുകയും ചെയ്യും. ഗ്രീൻ ഹൗസിനുള്ള അന്തരീക്ഷത്തിന് വ്യത്യാസം വരും. അത് ചെടികളുടെ വളർച്ചയെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ആവശ്യം ഉള്ള സമയത്ത് ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യണം. കെമിക്കൽസ് ഉപയോഗിക്കരുത്. കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലാഡിംഗ് മെറ്റീരിയലിന്റെ ദൈർഘ്യം കുറയും. അതേപോലെ ആന്റി ഡസ്റ്റ് ഫിലിം കോട്ടിംഗ് ഉള്ള ക്ലാഡിംഗ് മെറ്റീരിയലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ക്ലാഡിംഗ് മെറ്റീരിയലിൽ എന്തെങ്കിലും കീറലുകൾ ഉണ്ടെങ്കിൽ പ്രാരംഭ ദശയിൽ തന്നെ അത് കണ്ടുപിടിച്ച് അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ആണ് മെയിൻ്റനൻസിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ്റനൻസ് ഓഫ് ഗ്രീൻ ഹൗസ് എൻവയോൺമെന്റ് ആണ്. അതായത് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഹരിതഗൃഹത്തിലെ അന്തരീക്ഷം എങ്ങനെ നിലനിർത്തണം. അതിനായി പറയുന്നത് സപ്ലൈ ഓഫ് എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഫോർ ഒപ്റ്റിമം ഗ്രോത്ത് സച്ച് ആസ് ലൈറ്റ്, മോയ്സ്ചർ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഹീറ്റ് ഇൻ എമൗണ്ട്സ് നെസസറി ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ക്രോപ്പ് ഹാസ് ടു ബി മോണിറ്റേർഡ്. ഹരിതഗൃഹത്തിൽ നമ്മൾ പല വിധത്തിലുള്ള വിളകൾ കൃഷി ചെയ്യാറുണ്ട്. ആ വിളകൾക്ക് ആവശ്യമുള്ള തോതിൽ സൂര്യപ്രകാശം, ഈർപ്പം, കാർബൺ ഡയോക്സൈഡ്, അതുപോലെ ചൂട് ഇവ ലഭ്യമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് അറിയേണ്ടത്? An awareness on requirement of climatic parameters required for each crop. ഓരോ ചെടിക്കും അല്ലെങ്കിൽ ഓരോ വിളയ്ക്കും ഇതിൻ്റെയൊക്കെ തോത്, ആവശ്യമുള്ള തോത് വ്യത്യാസപ്പെട്ടിരിക്കും. അതിനെ പറ്റി ഒരു അറിവ് കർഷകന് ഉണ്ടാവണം. അതേപോലെ യൂസ് ഓഫ് സ്പെസിഫിക് എക്യുപ്മെന്റ് ഫോർ മെഷറിംഗ് ഈച്ച് ഫാക്ടർ. നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശം, ഈർപ്പം മുതലായവ അതിൻ്റെ അകത്ത് ചെടികൾക്ക് ആവശ്യമുള്ള തോതിലാണോ കിട്ടുന്നതെന്ന് ശ്രദ്ധിക്കണമെന്ന്. ഇത് ശ്രദ്ധിക്കണമെങ്കിൽ ഇത് അളക്കുവാനുള്ള എക്യുപ്മെന്റ്സ് എല്ലാം അഥവാ ഉപകരണങ്ങൾ ലഭ്യമാക്കണം. അത് ഉപയോഗിക്കാൻ കർഷകന് അറിയുകയും ചെയ്യണം. സൂര്യപ്രകാശം അളക്കുവാൻ വേണ്ടി നമ്മൾ ലക്സ് മീറ്റർ ഉപയോഗിക്കുന്നു. ഈർപ്പം അളക്കുവാൻ വേണ്ടി ഹൈഗ്രോമീറ്റർ, കാർബൺ ഡയോക്സൈഡ് അനലൈസർ, ചൂട് അളക്കുവാൻ വേണ്ടി വിവിധ തരത്തിലുള്ള തെർമോമീറ്ററുകൾ, മാക്സിമം തെർമോമീറ്റർ, മിനിമം തെർമോമീറ്റർ ഇവയൊക്കെ ലഭ്യമാണ്. അതിനെപ്പറ്റിയുള്ള അറിവും ഉണ്ടാവണം. അത് ഉപയോഗിക്കുവാനുള്ള അറിവും കർഷകന് ഉണ്ടായിരിക്കണം. ഇതൊക്കെ പറ്റിയാൽ ഹരിതഗൃഹത്തിലെ അന്തരീക്ഷം ചെടികൾക്ക് അനുയോജ്യമായ രീതിയിൽ നിലനിർത്തുവാൻ പറ്റും.
ഇനി പഠിക്കാനുള്ളത് മെയിൻ്റനൻസ് ഓഫ് സോയിൽ ന്യൂട്രിയൻ സ്റ്റാറ്റസ്. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത എങ്ങനെ നിലനിർത്തണം, എന്നാൽ മാത്രമേ നമ്മുടെ വിളകളിൽ നിന്ന് മാക്സിമം ഈൽഡ് നമുക്ക് കിട്ടുകയുള്ളൂ. ഒന്നാമത്, കെയർ ഷുഡ് ബി ടേക്കൺ ടു ചെക്ക് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് pH ഓഫ് സോയിൽ ആൻഡ് വാട്ടർ ഫ്രീക്വൻ്റ്ലി. മണ്ണിലെയും ജലസേചനത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും അതിൻ്റെ pHഉം ഇടയ്ക്കിടയ്ക്ക് അളന്ന് തിട്ടപ്പെടുത്തണം. ചെടികൾക്ക് വളരാൻ അനുയോജ്യമായ ലെവലിലാണോ അതിൻ്റെ ഈ വെള്ളത്തിലെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സോൾട്ടിൻ്റെ അളവ്, അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതുപോലെ pH എന്ന് ശ്രദ്ധിക്കണം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അളക്കുവാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മീറ്റർ, അതുപോലെ pH അളക്കുവാൻ വേണ്ടി pH മീറ്റർ. അടുത്തത്, യൂസ് ഓൺലി ഗുഡ് ക്വാളിറ്റി ഫെർട്ടിലൈസേഴ്സ്. വളങ്ങൾ കൃഷിക്ക് ഹരിതഗൃഹത്തിൽ നൽകുന്നത് ഡ്രിപ്പ് ഇറിഗേഷനിൽ കൂടിയാണ്. ഈ രീതിക്ക് നമ്മൾ പറയുന്നത് ഫെർട്ടിഗേഷൻ എന്നാണ്. ഈ ഫെർട്ടിഗേഷൻ രീതിയിൽ ഉപയോഗിക്കുന്ന വളങ്ങളെ പറ്റി ഒരു നല്ല അറിവുണ്ടാവണം. ആ വളങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നല്ല ക്വാളിറ്റിയുള്ള വളങ്ങൾ വേണം ഉപയോഗിക്കുവാൻ. അതുപോലെ വെള്ളത്തിൽ വേഗം അലിയുന്ന വളങ്ങളായിരിക്കണം ഇവ. അതേപോലെ പലപ്പോഴും നമുക്ക് 2-3 വളങ്ങൾ ഒന്നിച്ച് ചേർക്കേണ്ടി വരും. അവ അങ്ങനെ ചേർക്കുമ്പോൾ നന്നായി കലരുന്നതായിരിക്കണം. ചിലവ, ഇതെല്ലാം കെമിക്കൽസ് ആണ്. കെമിക്കൽസ് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ചിലത് തമ്മിൽ ചേരില്ല. അങ്ങനെ ചേരാതെ വന്നാൽ അത് ഡ്രിപ്പ് ഇറിഗേഷൻ ലൈനുകളിൽ കെട്ടിക്കിടന്ന് വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. അങ്ങനെ വരാത്തവയാണെന്ന് ഉറപ്പുവരുത്തണം. മൂന്നാമത്തെ കാര്യം, ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ഷുഡ് ബി ടേക്കൺ ടു റിമൂവ് എക്സസ് ഫെർട്ടിലൈസർ ആൻഡ് സപ്ലിമെന്റ് ഡെഫിഷ്യന്റ് ന്യൂട്രിയൻറ്റ്. നമ്മൾ വളങ്ങൾ ഡ്രിപ്പ് ഇറിഗേഷനിൽ കൂടെ ചെടികൾക്ക് ലഭ്യമാക്കുന്നു. അങ്ങനെ ലഭ്യമാക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളങ്ങൾ കൂടിപ്പോവാൻ പാടില്ല. അത് വേരുകളെ ദോഷകരമായി അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ചെടികൾക്ക് വളർച്ചയുടെ ആവശ്യമായ വളങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നും ശ്രദ്ധിക്കണം. ഈ 2 കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം വളം ഫെർട്ടിഗേഷനിൽ കൂടി കൊടുക്കുവാൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ചു വേണം മണ്ണിന്റെ ഫലഭൂയിഷ്ഠത ഉറപ്പുവരുത്തുന്നത്. അടുത്തായി പഠിക്കാനുള്ളത് മാനേജ്മെന്റ് ഓഫ് ടോക്സിക് ഗ്യാസസ്. ഹരിതഗൃഹത്തിൽ ഉണ്ടാവുന്ന വിഷവാതകങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നിയന്ത്രിക്കാം. Methane and ethane gases frequently cause injury to the greenhouse. These injuries usually occur during winter when the ventilators remain closed. മീഥെയിൻ ഗ്യാസ് അല്ലെങ്കിൽ ഈഥെയിൻ ഗ്യാസ് ആണ് സാധാരണയായി ഗ്രീൻ ഹൗസിനുള്ളിൽ ഉണ്ടാവാറുള്ള വിഷവാതകങ്ങൾ. മീഥെയിൻ ഗ്യാസ് ഉണ്ടാവുന്നത് ഓർഗാനിക് മാറ്ററിൽ നിന്നും, അതേപോലെ ഈഥെയിൻ ഗ്യാസ് വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ വേരുകളുടെ അടുത്തു നിന്നുമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി വെന്റിലേഷൻ തുറന്ന് പുറത്തേക്ക് ഗ്യാസുകളെ കളയാം. വിന്റർ സീസൺ നന്നായിട്ടുള്ള അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായി ഉണ്ടാവാറുള്ളത്. അല്ലാതെയും ഇത് വരില്ല എന്നല്ല, കൂടുതലായി കാണുന്നത് വിന്റർ സീസൺ ഉള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ അതിന് ഉള്ള സിംറ്റം എന്താണെന്ന് നോക്കാം. Carnation exposed to low concentration will develop long stigmas. Prolonged exposure may kill the bud and flowers fail to develop. Carnation ചെടികളിലാണെങ്കിൽ സ്റ്റിഗ്മ, ചെറിയ കോൺസെൻട്രേഷൻ, ചെറിയ അളവിലുള്ള വാതകങ്ങൾ കൊണ്ട് പോലും സ്റ്റിഗ്മ നീളമുള്ള സ്റ്റിഗ്മയായി മാറുന്നു. അതേപോലെ തന്നെ ബഡ് വിരിഞ്ഞ് പൂക്കൾ ഉണ്ടാവാതിരിക്കുന്നു. പൂക്കൾ ഉണ്ടായാൽ തന്നെ അതിന് വലിപ്പം വയ്ക്കുന്നില്ല. അതേപോലെ റോസിലാണെങ്കിൽ എന്താ സംഭവിക്കും നോക്കാം. റോസ് ഫോളിയേജ് ഓൺ ദ അപ്പർ ഷൂട്ട് എക്സിബിറ്റ് എപ്പിനാസ്റ്റി ഓർ എ ബെൻഡിങ് ഡൗൺവേർഡ് ദ പീറ്റിയോൾ. റോസ് പൂക്കളിലാണെങ്കിൽ അല്ലെങ്കിൽ റോസ് ചെടികളിലാണെങ്കിൽ മുകൾ ഭാഗങ്ങളിലുള്ള ഇലകളിലാണ് ഈ സിംറ്റം കണ്ടുവരുന്നത്. ആ സിംറ്റത്തിന്റെ പേരാണ് എപ്പിനാസ്റ്റി.
എപ്പിനാസ്റ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. എപ്പിനാസ്റ്റി എന്ന് വെച്ചാൽ സെല്ലുകളുടെ വളർച്ച ചില ഭാഗങ്ങളിൽ മാത്രം കൂടുതലായി കാണപ്പെടുന്നു. അങ്ങനെ ചില ഭാഗങ്ങളിൽ മാത്രം സെല്ലുകളുടെ വളർച്ച കൂടുന്നത് കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഇലകളിലാണ്. ആ ഇലകള് വളർന്ന് താഴേക്ക് വളഞ്ഞു നിൽക്കുന്നു. അതാണ് എപ്പിനാസ്റ്റി. പൊതുവെ വേരിനു ചുറ്റും വെള്ളം കെട്ടി നിൽക്കുമ്പോഴാണ് എഥിലിൻ ഗ്യാസ് ഉണ്ടാവുന്നത്. ഇത് തടയാൻ ശ്രമിക്കുക. മെയിൻ്റനൻസ് ഓഫ് ഗ്രീൻ ഹൗസിൽ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മാനേജ്മെന്റ് ഓഫ് പെസ്റ്റ് ആൻഡ് ഡിസീസസ്. കീടങ്ങളെയും രോഗങ്ങളെയും എങ്ങനെ നിയന്ത്രിച്ച് നിർത്താം. ഹരിതഗൃഹത്തിനുള്ളിൽ കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കേണ്ടത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം ഇതിനുള്ളിൽ ഏതെങ്കിലും കീടം അല്ലെങ്കിൽ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികൾ എത്തിപ്പെട്ടാൽ അതിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. അതവിടെ പെരുകി വളരെയധികം നാശം ഉണ്ടാക്കാറുണ്ട്. അതിനാൽ ഇതിനെ നിയന്ത്രിക്കാൻ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ആദ്യം നമ്മൾ പഠിച്ച ഡബിൾ എൻട്രി ഗേറ്റ് മുതൽ പല കാര്യങ്ങളും ഇതിനു വേണ്ടിയാണ് ഉള്ളത്. ഇവിടെ ഒന്നാമതായി പറയുന്നത് പ്രോപ്പർ സോയിൽ സ്റ്റെറിലൈസേഷൻ ഈസ് റിക്വയർഡ് ഫോർ പ്രിവെന്റിംഗ് സോയിൽ ബോൺ ഡിസീസസ്. മണ്ണിൽ കൂടി വരുന്ന പല രോഗങ്ങളെയും അകറ്റാൻ വേണ്ടി സോയിൽ സ്റ്റെറിലൈസേഷൻ അഥവാ മണ്ണ് അണുവിമുക്തമാക്കുക എന്ന രീതി അനുവർത്തിക്കണം. സോയിൽ സ്റ്റെറിലൈസേഷൻ നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ഇയറിൽ. സോയിൽ സ്റ്റെറിലൈസേഷന് വേണ്ടി പല മാർഗങ്ങളുണ്ട്. ഒന്നാമത്തേത് സോയിൽ സോളറൈസേഷൻ പഠിച്ചിരുന്നു. അതേപോലെ കെമിക്കൽസ് ഉപയോഗിച്ച് ഫ്യൂമിഗേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസ് മീഥൈൽ ബ്രോമൈഡ് ഉണ്ടായിരുന്നു. അതേപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇതെല്ലാം പല രോഗങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികളെയും ഇല്ലാതാക്കുന്നു. അടുത്തത് അവോയ്ഡ് ഗ്രോയിങ് സസെപ്റ്റബിൾ ക്രോപ്സ് നിയർ ദ ഗ്രീൻ ഹൗസ്. ഗ്രീൻ ഹൗസിനടുത്ത് പുറത്തായിട്ട് കീടങ്ങളും രോഗങ്ങളും വേഗം വരുന്ന ചെടികൾ കഴിയുന്നതും ഒഴിവാക്കുക. കാരണം അവയിൽ വരുന്ന കീടങ്ങളും രോഗങ്ങളും എന്തെങ്കിലും ചെറിയൊരു ചാൻസ് കിട്ടിയാൽ ഹരിതഗൃഹത്തിനുള്ളിലേക്ക് എത്തിപ്പെടുകയും അത് അവിടെ വല്ലാതെ പെരുകി നാശം സംഭവിപ്പിക്കുകയും ചെയ്യും. അതിനാൽ അത് വളരെയധികം ശ്രദ്ധിക്കണം. മൂന്നാമതായി പറയുന്നത് ട്രീറ്റ് ദ സോയിൽ യൂസിംഗ് ബയോ കൺട്രോൾ ഏജൻറ്റ്സ് സച്ച് ആസ് സ്യൂഡോമോണാസ് ആൻഡ് ട്രൈക്കോഡർമ ടു പ്രിവെന്റ് ദ ബിൽഡപ്പ് ഓഫ് സോയിൽ ബോൺ പാത്തോജൻസ് എസ്പെഷ്യലി നിമറ്റോഡ്സ്. ഹരിതഗൃഹങ്ങളിൽ നിമാവിരകൾ വളരെയധികം പ്രശ്നമുള്ളതാണ്. നിമാവിരകളെ കൺട്രോൾ ചെയ്യേണ്ടത് നമുക്ക് വളരെ ആവശ്യമാണ്. അതേപോലെ ബയോ കൺട്രോൾ ഏജൻസ് ഉപയോഗിക്കണം. സ്യൂഡോമോണാസ്, ട്രൈക്കോഡർമ മുതലായ ബയോ കൺട്രോൾ ഏജൻസ് ചെടികൾ നടുന്നതിന് മുമ്പ് തന്നെ മണ്ണിൽ ഉപയോഗിച്ചിട്ടുണ്ടാവണം. അതിൻ്റെ ഉപയോഗരീതിയും നമ്മൾ പഠിച്ചതാണ്. അത് നിർബന്ധമായും ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ ചെടികൾ വളർന്നു കഴിഞ്ഞാലും അതിൻ്റെ ആവശ്യമനുസരിച്ച് സ്യൂഡോമോണാസ് സ്പ്രേ അതല്ലെങ്കിൽ മറ്റ് ബയോ കൺട്രോൾ ഏജൻസ്, എൻഡമോ പാത്തോജൻസ് ഇവ ഉപയോഗിക്കണം. നാലാമതായി പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെന്റ്, അതായത് IPDM, സംയോജിത കീടരോഗ നിയന്ത്രണം. കീടരോഗങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് പല വഴികളുണ്ട് അല്ലെങ്കിൽ പല മാർഗങ്ങളുണ്ട്. ഫിസിക്കൽ മെത്തേഡ്, മെക്കാനിക്കൽ മെത്തേഡ്, ബയോളജിക്കൽ മെത്തേഡ് ആൻഡ് കെമിക്കൽ മെത്തേഡ്. ഈ മാർഗങ്ങളെല്ലാം സംയോജിപ്പിച്ച് ആവശ്യമനുസരിച്ച് ചെയ്താൽ കീടരോഗങ്ങളെ നശിപ്പിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ എൻവയോൺമെന്റിന്, പ്രകൃതിക്ക് നാശം വരുത്താതെ നോക്കുകയും ചെയ്യാം. ലാസ്റ്റ്, അവോയ്ഡ് സൈഡ് കട്ടൺ ഇൻ ഹ്യൂമിഡ് ഏരിയാസ്. വല്ലാതെ ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ സൈഡിലുള്ള അല്ലെങ്കിൽ ഗ്രീൻ ഹൗസിന്റെ സൈഡിൽ നമ്മൾ കട്ടൻ ഉപയോഗിക്കാറുണ്ട്. അത് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുമൂലവും കുറേയൊക്കെ രോഗങ്ങളെ നമുക്ക് തടയാൻ പറ്റും. പൂപ്പൽ ബാധകൾ ഇതുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തേത് മണ്ണ് അണുവിമുക്തമാക്കുക. അതേപോലെ തന്നെ രോഗങ്ങൾ പെട്ടെന്ന് വരാൻ ചാൻസ് ഉള്ള ചെടികൾ ഗ്രീൻ ഹൗസിന്റെ പുറത്ത് അതിന് അടുത്തായിട്ട് കൃഷി ചെയ്യാതിരിക്കാൻ നോക്കുക. ബയോ കൺട്രോൾ ഏജൻസ്, എൻഡമോ പാത്തോജൻസ് മുതലായവ ഉപയോഗിക്കുക. സംയോജിത കീട രോഗ നിയന്ത്രണ മാർഗങ്ങൾ അനുവർത്തിക്കുക.
വല്ലാതെ ഈർപ്പം ഗ്രീൻ ഹൗസിനുള്ളിൽ കൂടാതെ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്.